എ ഗുഡ് ഗേൾസ് ഗൈഡ് ടു മർഡർ നെറ്റ്ഫ്ലിക്സിൽ പുതുതായിട്ട് റിലീസ് ആയിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ക്രൈം ത്രില്ലർ സീരീസ് ആണിത്. പോപ്പി കോഗൻ ക്രിയേറ്റ് ചെയ്ത് ഡോളി വെൽ അതുപോലെ ടോം വോഗൻ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത് എമ്മ മയേഴ്സ്, സയാൻ ഇക്ബാൽ എന്നിവർ പ്രധാന വേഷങ്ങളിൽ വന്ന ഈ ഇംഗ്ലീഷ് ക്രൈം ത്രില്ലർ സീരീസിനെ കുറിച്ചാണ് ഇന്ന്. ഒരു 17 വയസ്സുള്ള പെൺകുട്ടിയുടെ തിരോധാനത്തിന് ശേഷം 5 വർഷങ്ങൾ കഴിഞ്ഞിട്ട് പിപ്പ് എന്ന ഒരു ഹൈസ്കൂൾ സ്റ്റുഡന്റ് യഥാർത്ഥ കുറ്റവാളി ആരെന്ന് കണ്ടുപിടിക്കാനായി നടത്തുന്ന അവളുടെ ഒരു അന്വേഷണമാണ് ഈ സീരീസിന്റെ പ്ലോട്ട്. കഥാപാത്രങ്ങളോട് ഇമോഷണലി നന്നായിട്ട് കണക്ട് ആവുമെന്നുള്ളതാണ് ഈ സീരീസിന്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. ഇതിലെ പിപ്പ അതുപോലെ രവി സിംഗ് എന്നീ ക്യാരക്ടേഴ്സിനോട് എന്താ പറയാ, ചക്കരക്കുട്ടി, ചക്കരക്കുട്ടൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു സ്നേഹം തോന്നുന്ന ക്യാരക്ടേഴ്സ് ആണ്. ഇപ്പോൾ പിപ്പയും അതുപോലെ പുള്ളിക്കാരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള കാരയും തമ്മിലുള്ള ബന്ധം, പിപ്പയുടെ ഫാമിലി, അവരുടെ വീട്ടിലെ പട്ടിക്കുട്ടി, അങ്ങനെ എല്ലാവരോടും നമുക്ക് ഒരു പ്രത്യേക ഇഷ്ടം തോന്നും. പിപ്പ സ്വന്തം അച്ഛനേക്കാളും താൻ വളർത്തച്ഛനായിട്ടുള്ള വിക്ടറിനെ പോലെയാണെന്ന് പറയുന്ന ഒരു സീനൊക്കെ കുറച്ച് നല്ല ഫീൽ ഗുഡ് മൊമെന്റ്സ് ഉള്ള അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരു ത്രില്ലർ സീരീസ് ആണിത്. ക്രൈം ഇൻവെസ്റ്റിഗേഷനോടൊപ്പം തന്നെ ആ ഒരു ചെറിയ ടൗണിലെ എല്ലാ കഥാപാത്രങ്ങളോടും നമുക്ക് വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പം തോന്നുന്ന വിധത്തിലാണ് സീരീസ് എഴുതിയിട്ടുള്ളതും അവതരിപ്പിച്ചിട്ടുള്ളതും. അതുപോലെ തന്നെ കഥയുടെ സസ്പെൻസ് ലാസ്റ്റ് എപ്പിസോഡ് വരെ നിലനിർത്തി എന്നുള്ളതും ശ്രദ്ധേയമാണ്. ആ ഒരു മിസ്റ്ററിയും ട്വിസ്റ്റുകളും ഒക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളിലേക്കാണ് അവസാനം ക്ലൈമാക്സ് റിവീൽ ചെയ്തുകൊണ്ട് എത്തുന്നത്. അതൊരു വാവ് മൊമെന്റ് തന്നെയായിരുന്നു എന്ന് പറയാം. പക്ഷേ ഏറ്റവും അവസാനം വേറൊരു തലയുടെ മറിച്ചിലുണ്ട്. ആ ഒരു വ്യക്തിയെ ഞാൻ ആദ്യം തന്നെ കുറച്ച് ഡൗട്ടോട് നോക്കിയ ഒരാളായിരുന്നു എന്ന് പറയാം. അതെനിക്ക് പേഴ്സണലി കുറച്ച് പ്രഡിക്റ്റബിൾ ആയിരുന്നു. കിടിലൻ കാസ്റ്റിംഗ് ആയിരുന്നു എന്നുള്ളതാണ് അടുത്ത പോസിറ്റീവ് പറയാനുള്ളത്. അഭിനയിച്ച എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് പിപ്പായിട്ട് വന്ന എമ്മ മയേഴ്സ്, നമ്മുടെ വെനസ്ഡേ സീരീസിലെ നായികയുടെ കൂട്ടുകാരിയായിട്ട് വരുന്ന ആ ഒരു നടി. പിന്നെ രവി സിംഗ് ആയിട്ട് വന്ന സയാൻ ഇക്ബാൽ, കാരായിട്ട് വന്ന ആശ ബാങ്ക്സ്, ഇവരുടെ പെർഫോമൻസ് എടുത്ത് തന്നെ പറയണം. ആക്ടേഴ്സ് എല്ലാവരും തന്നെ ആ കഥാപാത്രങ്ങളായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ആ ഒരു ടൗണിൽ അവരുടെ ഇടയിൽ നമ്മൾ എത്തിയ പ്രതീതി നൽകുന്നുമുണ്ട് സീരീസ്. ഇതിന്റെ ക്യാമറ, പ്രൊഡക്ഷൻ ഡിസൈൻ, എഡിറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നന്നായിട്ടുണ്ട്. ലൊക്കേഷൻ എടുത്ത് തന്നെ പറയണം, ഭയങ്കര രസമാണ് ആ ഒരു സ്ഥലമൊക്കെ കാണാനായിട്ട്. അതുപോലെ തന്നെ അവളുടെ ഒരു കാറ്, അവരുടെ വീടുകള്, പിന്നെ കുറച്ച് സൗണ്ട് ട്രാക്സ് വരുന്നുണ്ട്, അതൊക്കെ നല്ല രസമായിരുന്നു. എവിടെയൊക്കെ ഒരു മേയർ ഓഫ് ഈസ്റ്റ് ടൗണിന്റെ ഒരു കുട്ടി ഫീല് തരുന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. എന്ന് വെച്ചാൽ അതിന്റെ ഒന്നും അത്രയും ക്ലാസ് സീരീസ് അല്ല കേട്ടോ. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ് മേയർ ഓഫ് ഈസ്റ്റ് ടൗൺ. എങ്കിലും ഒരുപാട് നെറ്റ്ഫ്ലിക്സിന്റെ തന്നെ പല മാസ്റ്റർ പീസ് ത്രില്ലർ സീരീസുകളൊക്കെ കണ്ടവർക്ക് ഇതൊരു ആവറേജ് ഓർ ജസ്റ്റ് എബോവ് ആവറേജ് ഫീലേ തരികയുള്ളൂ. അതുപോലെ തന്നെ ഇതൊരു ബുക്കിന്റെ അഡാപ്റ്റേഷൻ ആണ്. ആ ബുക്ക് എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു നോവലാണ്. അതിനെക്കുറിച്ച് തന്നെ ഭയങ്കര അഭിപ്രായം, റിവ്യൂസും ഒക്കെ വന്നിട്ടുള്ളതാണ്. അപ്പം അതിന്റെ ഫാൻസിന് പേഴ്സണലി ഇത് അത്ര ഇഷ്ടമായില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കുറെ ചേഞ്ചസ് ഒക്കെ സീരീസിൽ ബുക്കിൽ നിന്നും വരുത്തിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. എന്തായാലും ഞാൻ ബുക്ക് വായിച്ചിട്ടില്ല. എനിക്ക് സീരീസ് ഭയങ്കര എൻജോയബിൾ ആയിട്ടാണ് തോന്നിയത്. പേഴ്സണലി എനിക്ക് ഈ സീരീസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഹോളി ജാക്സൺ എഴുതിയ ഇതിന്റെ നോവൽ അല്ലെങ്കിൽ ബുക്ക്, ഇതിന് 3 വോളിയൂംസ് ആണുള്ളത്. ഈ 3 വോളിയൂംസും 3 സീസണായിട്ട് ഭാവിയിൽ നെറ്റ്ഫ്ലിക്സ് സീരീസ് കൊണ്ടുവരുമെന്നാണ് കേട്ടിട്ടുള്ളത്. 6 എപ്പിസോഡുകളാണ് ഈ സീസണിലുള്ളത്. ഇംഗ്ലീഷിനൊപ്പം ഇന്ത്യൻ ലാംഗ്വേജ് പറഞ്ഞാൽ ഹിന്ദി കൂടി അവൈലബിൾ ആണ്. വേറെ തമിഴ്, മലയാളം ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഈ സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. എൻ്റെ അഭിപ്രായമായിരിക്കണം എന്നില്ലല്ലോ നിങ്ങൾക്ക്. ഈ എന്നോള ഹോംസ് പോലെയുള്ള സിനിമയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതും ഇഷ്ടമാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ ചിലപ്പോഴത്തെ ഈ പെങ്കൊച്ചിന്റെ ധൈര്യം കണ്ടപ്പോൾ എൻ്റെ ചാൾസ് ശോഭരാജ്മാരിൽ പോലും ഇത്രയും ധൈര്യം കണ്ടിട്ടില്ല എന്ന് തോന്നിപ്പോയി. അപ്പോൾ ശരിയെന്നാ.